ഹായ് ഗൈസ്, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളിന്ന് മൺട്രോത്തുരത്താണ് ഗൈസ് ഉള്ളത്. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ ചാപ്സ്. വഴി കൂടെ പോയി ഏതൊരു പെങ്കൊച്ചിന് മെസ്സേജ് അയക്കാനുള്ള തിരക്കിലായിരുന്നു ഗൈസ്. അവൻ അയക്കാൻ പറ്റുന്നില്ലടാ. അങ്ങനെ അയക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വാപ്പിച്ച് തേടിപ്പോയി ഗൈസ്. ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് വാപ്പിച്ച് ആരെയൊക്കെയോ വിളിച്ച് ഒരു വള്ളം ബുക്ക് ചെയ്യുന്നൊരു കാഴ്ചയാണ് ഗൈസ്. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് വള്ളം കിട്ടി ഗൈസ്. ഒരുപാട് ചീത്തോളി വാപ്പിച്ച് കേട്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ആ വള്ളം വാപ്പിച്ച് ഒപ്പിച്ചു ഗൈസ്. അങ്ങനെ അവസാനം നമുക്കൊരു വള്ളം കിട്ടി ഗൈസ്. അത് ബിജു അണ്ണൻ്റെ വള്ളമാണ്. ഇതാണ് ബിജു അണ്ണൻ. ഏതോ പെണ്ണിനെ കണ്ട ഉടനെ കണ്ണാടി പൊക്കി നോക്കുന്ന വാപ്പിച്ചാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത്. ഗൈസ്, ഇതാണ് സ്വയം പുലി എന്ന് വിശേഷിപ്പിക്കുന്ന ടൈഗർ ഷിബി. കാണാൻ പൂച്ചയുടെ അത്ര ഉള്ളെങ്കിലും അവൻ ടൈഗർ ഷിബി എന്നും പറഞ്ഞാണ് നടക്കുന്നത്. ഒരു കാറ്റടിച്ചാൽ പറന്നു പോകാൻ മാത്രമുള്ള ആവതയുള്ളൂ ഗൈസ് അവന്. എന്നാലും ഞങ്ങളൊന്നും പറയാറില്ല. ദുൽഖർ സൽമാന് ശേഷം ആരെന്നുള്ള ചോദ്യം ഇവിടെ അവസാനിച്ച് ഗൈസ്. കാര്യം ഈ പോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. ബാക്കി എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു ഗൈസ്. ഗൈസ്, ഇനി ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ഞങ്ങളെ ഫോട്ടോഗ്രാഫർ കൂട്ടുകാരൻ നാഷിക്. ഇവൻ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വരാറില്ല, പക്ഷേ ഇവൻ്റെ ക്യാമറയിൽ വരാത്ത ഫോട്ടോകളില്ല. ഇവൻ ബാത്റൂമിൽ വരെ ക്യാമറ വെക്കുന്ന ഒരുത്തനാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വള്ളത്തിൽ സഞ്ചാരം തുടങ്ങി ഗൈസ്. അങ്ങനെ വള്ളത്തിൽ സഞ്ചാരം നടക്കുമ്പോൾ ഞങ്ങളുടെ കൂന്തളിപ്പും തുടങ്ങി ഗൈസ്. ഞങ്ങൾ എല്ലാവരെയും നോക്കി ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു ഗൈസ്. പലരും തിരിച്ച് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞെങ്കിലും മനസ്സിൽ ചീത്ത വിളിക്കായിരുന്നു ഗൈസ്. പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. നമ്മളെ ഒരു വൈബിനനുസരിച്ച് പോകും ഗൈസ്. ഞങ്ങളെ പാട്ട് കേട്ടുടനെ യോമാർ ആഞ്ഞ് തുഴഞ്ഞു പോയി ഗൈസ്. ഇവിടെ ഒന്നും നിൽക്കണ്ട എന്നുള്ള രീതിയിലാണ് യോമാർ തുഴഞ്ഞു പോയത്. ആ സൂപ്പർ പാട്ടെന്നും പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് പെട്ടെന്ന് തുഴയുന്ന കാഴ്ചയാണ് നിങ്ങളിവിടെ കാണുന്നത് ഗൈസ്. സായിപ്പിനെ കണ്ട ഉടനെ കണ്ണ് തള്ളി ഞങ്ങളെ വാപ്പിച്ചാണ് നിങ്ങളിവിടെ കാണുന്നത്. സായിപ്പ് വരുന്നു, ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പുള്ളി വന്നിട്ട് ചോദിച്ചു, നീയല്ലേ അഖിലൻ നാർഡിന്ന്? ഞാൻ തന്നെ എന്നും പറഞ്ഞു നിന്ന് ഗൈസ്. ഞാൻ പറഞ്ഞു, ഞാനല്ല അഖിലൻ നാർഡി, ഞാൻ കൂടുവെന്ന് പറഞ്ഞു ഗൈസ്. അതല്ല, ഞാൻ വേറെ ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സായിപ്പ് വന്നു ഗൈസ്. സായിപ്പ് വന്നപ്പോൾ വാപ്പിച്ചിക്കുണ്ടായ ഒരു സന്തോഷമുണ്ടായിരുന്നു ഗൈസ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. അങ്ങനെ സായിപ്പ് ഞങ്ങളെ നോക്കി കൈ കാണിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോയി ഗൈസ്. അങ്ങനെ വെള്ളത്തിൽ നിന്ന് ബോറടിച്ചപ്പോഴത്തേക്ക് ഞാനും ടൈഗർ ഷിബിയും കൂടെ ചേർന്ന് 2 സ്റ്റെപ്പും കിട്ടി ഗൈസ്. 2 ടഫ് സ്റ്റെപ്സ് ആയിരുന്നു ഇട്ടത്. ആ സ്റ്റെപ്പ് കണ്ട് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് ബഹുമാനം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ചേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് കണ്ട് ഇൻസ്പയർ ആയിട്ട് അപ്പുറത്തെ വള്ളത്തിലുള്ള ഒരുത്തനും സ്റ്റെപ്പ് ഇട്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങളെ സ്റ്റെപ്പ് പടച്ചോന് പോലും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സൂര്യനെ പതുക്കെ അങ്ങ് തിരിച്ചു വിളിച്ച് ഗൈസ്. അങ്ങനെ സൂര്യൻ പയ്യെ തിരിച്ചു പോയി ഗൈസ്. അങ്ങനെ ഇരുട്ടായി തുടങ്ങി. അങ്ങനെ ഞങ്ങളെ വള്ളം നേരെ കൊണ്ടുപോയി കരയിലെത്തിച്ച് ബിജു അണ്ണൻ ടാറ്റയും തന്നിട്ട് പറഞ്ഞു, ഇനി മേലാൽ എൻ്റെ വള്ളത്തിൽ കയറാൻ വരത്തെന്ന് പറഞ്ഞ് ഞങ്ങളുടെ യാത്ര അവിടെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ ഗൈസ്. ബാക്കി അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം കൂൾ മുഹമ്മദ് ഗൈസ്. എൻ്റെ പൊന്നും കട്ടേ ഈ കണക്ക് പോയെടുക്കേ.